ഇനി പ്രീ പ്രഗ്നൻസി സമയത്തുള്ള വാക്സിനേഷനെ പറ്റിയും ചോദിക്കാറുണ്ട് പലരും. വാക്സിൻ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിനും ഇപ്പോൾ കോമൺ ആയിട്ട് MR വാക്സിൻ, റുബല്ലയുടെ വാക്സിനും എടുക്കാറുണ്ട് പലരും. അപ്പോൾ ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവുന്നതാണ് ഐഡിയൽ. അപ്പം വാക്സിൻ എടുത്താൽ 1 മാസത്തേക്ക് നിങ്ങൾ എന്തായാലും ഒരു കോൺട്രസെപ്ഷൻ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം പ്രഗ്നൻ്റ് ആവാനായിട്ട്. മറ്റൊരു കാര്യം, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണ്. ഈ സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ മരുന്നും കഴിക്കാൻ പാടില്ല. അപ്പം എപ്പോഴും നിങ്ങൾ ഒരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഡോക്ടറിനോട് സംസാരിച്ച് സേഫ് ആണെന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രം കഴിക്കുക. അപ്പം ഇൻ ഷോർട്ട്, നിങ്ങൾ എപ്പോഴും ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന് വരുമ്പം നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്കൊരു സർജറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് റെക്കോർഡ്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണുണ്ടെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, ഇതൊക്കെ കൊണ്ടുവരണം. അപ്പം നമുക്കത് വെച്ചിട്ടാണ് ഇത് മോഡിഫൈ ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ റിസ്ക് എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ.